ഹലോ, അപ്പോൾ ഇന്ന് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ പ്രോബ്ലംസാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം ഇൻ എക്സ് വൈ പ്ലെയിൻ പ്രൂവ് ദാറ്റ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഈക്വൽ ടു ഇ ബൈ 1 പ്ലസ് ന്യൂ ഇൻറ്റു എപ്സിലോൺ എക്സ് മൈനസ് എപ്സിലോൺ വൈ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ജസ്റ്റ് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കാം. അല്ലെങ്കിൽ ഫോർ പ്ലെയിൻ സ്ട്രെസ് നമുക്ക് ഇതിനു മുമ്പ് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്യണം. പ്ലെയിൻ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇസഡ് സബ്സ്ക്രിപ്റ്റ് വരുന്ന സ്ട്രെസ് കമ്പോണൻസ് എല്ലാം 0 ആയിപ്പോകും. അപ്പോൾ സിഗ്മ ഇസഡ് ഈക്വൽ ടു 0. സിഗ്മ ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എപ്സിലോൺ എക്സിൻ്റെ ഇക്വേഷനകത്ത് എപ്സിലോൺ എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് സിഗ്മ എക്സ് ബൈ ഇ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ വൈ ബൈ ഇ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ ഇസഡ് ബൈ ഇ. സിഗ്മ ഇസഡിൻ്റെ ടേം 0 ആയിപ്പോൾ, കാരണം സിഗ്മ ഇസഡ് 0 ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിത് റീഅറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം: ഇ ഇൻറ്റു എപ്സിലോൺ എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് ന്യൂ സിഗ്മ വൈ. അതുപോലെ തന്നെ ഇ ഇൻറ്റു എപ്സിലോൺ വൈ ഈക്വൽ ടു സിഗ്മ വൈ മൈനസ് ന്യൂ സിഗ്മ എക്സ്. അത് രണ്ടും ഇക്വേഷൻ 1, 2 എന്നെടുത്തതിന് ശേഷം ഇക്വേഷൻ 1 മൈനസ് 2, കാരണം നമുക്കിവിടെ എപ്സിലോൺ എക്സ് മൈനസ് എപ്സിലോൺ വൈ എന്ന ടേമിലാണ് വേണ്ടത്. അതുകൊണ്ട് എപ്സിലോൺ എക്സ് മൈനസ് എപ്സിലോൺ വൈ എന്ന ടേമിൽ എഴുതുമ്പോൾ 1 മൈനസ് 2 എടുക്കുമ്പോൾ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും: ഇ ഇൻറ്റു എപ്സിലോൺ എക്സ് മൈനസ് എപ്സിലോൺ വൈ ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ മൈനസ് ന്യൂ സിഗ്മ വൈ മൈനസ് ഓഫ് ന്യൂ സിഗ്മ എക്സ്. അപ്പോൾ അങ്ങനെ എഴുതി അത് മൈനസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് റീഅറേഞ്ച് ചെയ്തിട്ട് സിഗ്മ എക്സിൻ്റെ 2 ടേംസ് ആണുള്ളത്. ഒന്ന് സിഗ്മ എക്സും ഒന്ന് മൈനസ് ഓഫ് മൈനസ് ന്യൂ സിഗ്മ എക്സും. അപ്പം പ്ലസ് ആകും. പ്ലസ് സിഗ്മ എക്സും പ്ലസ് ന്യൂ സിഗ്മ എക്സും. സിഗ്മ എക്സ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ സിഗ്മ എക്സ് ഇൻറ്റു 1 പ്ലസ് ന്യൂ. ഇവിടെ സിഗ്മ വൈയുടെ കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ വൈയുടെ ടേംസ് നോക്കുകയാണെങ്കിൽ മൈനസ് സിഗ്മ വൈയും മൈനസ് ന്യൂ സിഗ്മ വൈയും. അപ്പം മൈനസ് സിഗ്മ വൈ നമുക്കതിന് പുറത്ത് രണ്ടിടത്ത് മൈനസ് ഉണ്ട്, രണ്ടിടത്ത് സിഗ്മ വൈ ഉണ്ട്. അപ്പം മൈനസ് സിഗ്മ വൈ പുറത്തെടുക്കുമ്പോൾ ബാക്കിയാവുന്നത് 1 പ്ലസ് ന്യൂ. അപ്പോൾ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഇൻറ്റു 1 പ്ലസ് ന്യൂ എന്നാവും. അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഈക്വൽ ടു ഇ ബൈ 1 പ്ലസ് ന്യൂ ഇൻറ്റു എപ്സിലോൺ എക്സ് മൈനസ് എപ്സിലോൺ വൈ. ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരു 5 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്. അടുത്തത് എയറി സ്ട്രെസ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ phi equal to a into x raised to 4 minus 3x square y square is a possible stress function for a 2-dimensional elasticity problem. Also find the stress distribution. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കുമ്പോൾ phi ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഫംഗ്ഷൻ. ഇതൊരു എയറി സ്ട്രെസ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ ഇത് എ അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ എക്സ് റേസ് ടു 4 മൈനസ് 3 ഇൻറ്റു എ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ന് വരും. അപ്പോൾ എപ്പോഴാണിത് ഒരു ഏരിയ സ്ട്രെസ് ഫംഗ്ഷൻ ആവുന്നത്? ഈ ഒരു ഇക്വേഷൻ, അതായത് ഡെൽ റേസ് ടു 4 ഫൈ ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ, ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു ഏറിയ സ്ട്രെസ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള PDF നമ്മൾ വീഡിയോ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഡെൽ റേസ് ടു 4 ഫൈ എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ ഇതാണ്: ഡോ റേസ് ടു 4 ഫൈ ബൈ ഡോ എക്സ് റേസ് ടു 4 പ്ലസ് 2 ഇൻറ്റു ഡോ റേസ് ടു 4 ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ സ്ക്വയർ പ്ലസ് 2 പ്ലസ് ഡോ റേസ് ടു 4 ഫൈ ബൈ ഡോ വൈ റേസ് ടു 4 ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ്റെ പേര് ബൈ ഹാർമോണിക് ഇക്വേഷൻ എന്നാണ്. ബൈ ഹാർമോണിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഫൈ ഒരു ഏറിയ സ്ട്രെസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓരോ ടേമായിട്ട് നമ്മളിനി കണ്ടുപിടിക്കണം. ഡോ റേസ് ടു 4 ഫൈ ബൈ ഡോ എക്സ് റേസ് ടു 4 ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഫൈയെ ആദ്യം ഒരു പ്രാവശ്യം എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിത് കിട്ടും. ഡിഫറൻസിയേഷനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അത് ചെയ്ത് നോക്കുക. അതിനെ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിനെ വീണ്ടും എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 12x സ്ക്വയർ മൈനസ് 6y സ്ക്വയർ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 4 പ്രാവശ്യം അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. 24a എന്നാണ് ഫസ്റ്റ് ടേം കിട്ടുന്നത്. ഡോ റേസ് ടു 4 ഫൈ ബൈ ഡോ എക്സ് റേസ് ടു 4 ഈക്വൽ ടു 24a. അതുപോലെ y കൊണ്ടും 4 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. കാരണം ഇവിടുത്തെ അവസാനത്തെ ടേം ഫസ്റ്റ് ടേം കിട്ടി. ഇനി അവസാനത്തെ ടേം ഡോ റേസ് ടു 4 ഫൈ ബൈ ഡോ വൈ റേസ് ടു 4 ആണ്. പക്ഷേ ഇതിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം, ഇതിനകത്ത് y റേസ് ടു 4 ഒന്നുമില്ല. വൈയുടെ മാക്സിമം പവർ എന്ന് വെച്ചാൽ സ്ക്വയർ ആണ്. അപ്പം വൈ സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കഴിഞ്ഞാൽ വൈയുടെ മാക്സിമം പവർ 2 ആണ്. അതുകൊണ്ട് തന്നെ തേർഡ് ഡിഫറൻഷ്യൽ മുകളിലേക്ക് ഡോ
ഡോ ക്യൂബും ഡോ റേസ് ടു 4ഉം തൊട്ട് അങ്ങോട്ടെല്ലാം 0 ആയിരിക്കും. അതുകൊണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. എന്നാലും ഡോ റേസ് ടു ഡോ 5/ഡോ y എന്ന് പറയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഡോ സ്ക്വയർ 5/ഡോ y² എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു വാല്യൂ കിട്ടും. അതിനകത്ത് y ഇല്ല. അതുകൊണ്ട് തന്നെ ഡോ ക്യൂബ് 5/ഡോ y³ ഡോ റേസ് ടു 4 5/ഡോ y⁴ 0 ആയിരിക്കും കിട്ടുന്നത്. ഇനി സെൻട്രലുള്ള ടേം, രണ്ടാമത്തെ ടേം എടുക്കുമ്പോൾ ഡോ റേസ് ടു 4 5/ഡോ x²ഡോ y² എന്നാണ് അതിൻ്റെ ഉള്ളത് ആ ടേം. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡോ/ഡോ x ഓഫ് ഡോ സ്ക്വയർ 5/ഡോ y². നമ്മൾ ഇങ്ങനെ എഴുതാൻ കാരണം ഡോ സ്ക്വയർ 5/ഡോ y² നമുക്ക് തൊട്ട് മുമ്പേ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം -6ax² എന്നാണ്. അതുകൊണ്ട് നമ്മളതെടുത്തു. എന്നിട്ട് അതിനെ -6ax² 2 പ്രാവശ്യം x കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് -12a എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേം 24a ആയിരുന്നു, സെക്കൻഡ് ടേം 0 ആയി, തേർഡ് ടേം -12a. ഇത് മൂന്നും ബൈ ഹാർമോണിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 24a + 2 × -12a. ആ 2 വിട്ടു പോകരുത്, മറന്നു പോകരുത്, എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 24a - 24a = 0. അപ്പോൾ 0 വന്നത് കാരണം ബൈ ഹാർമോണിക് ഇക്വേഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം hence the given function is a possible stress function. അപ്പോൾ ഇനി സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾക്ക് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറയും. വേറെ ഒന്നും ചെയ്യേണ്ട. സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷൻ എക്സിലും വൈയിലും അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ്സിലാണെങ്കിൽ തീറ്റയിലും ആറിലും ഉള്ള എക്സ്പ്രഷൻസ് മാത്രം നമ്മൾ ഡെറൈവ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ σx = ഡോ സ്ക്വയർ 5/ഡോ y², അത് ഓൾറെഡി മുകളിൽ ചെയ്താണ്. നമുക്ക് -6ax² കിട്ടി. σy = ഡോ സ്ക്വയർ 5/ഡോ x², അത് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. അത് എഴുതി വെച്ചാൽ മതി, അത് കണ്ടുപിടിച്ച് എഴുതി വെച്ചാൽ മതി. അതുപോലെ τxy = ഡോ സ്ക്വയർ 5/ഡോ x/ഡോ y, അത് ഇതുപോലെ നമുക്ക് സോൾവ് ചെയ്ത് നമുക്ക് 12axy എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ പ്രോബ്ലം. ഇത് വന്നാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വലിയ ട്വിസ്റ്റോ ടേൺസോ ഇല്ല, നിങ്ങളുടെ ഇൻ്റലിജൻസ് വലുതായിട്ട് ടെസ്റ്റ് ചെയ്യില്ല. ഈ പ്രൊസീജിയർ പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ടൊരു 10 മാർക്ക് കിട്ടും. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലെ പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും എയറി സ്ട്രെസ് ഫംഗ്ഷൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ പോളാർ കോർഡിനേറ്റിലെ ഇതേ സിമിലർ പ്രോബ്ലവും ഞാനിവിടെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് തരികയാണ്. അപ്പം ഇത് പോളാർ കോർഡിനേറ്റ്സിലാണ്. അപ്പോൾ ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ ഫൈ ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് തീറ്റ, ആറിലും തീറ്റയിലും അല്ലെ റേഡിയൽ ഡയറക്ഷൻ ആർ, തീറ്റ ടാൻജൻഷ്യൽ ഡയറക്ഷൻ. അപ്പോൾ ഫൈ ഇൻ ആർ ആൻഡ് തീറ്റ ഈസ് ഈക്വൽ ടു AR² + C/R² + D cos 2θ satisfies stress compatibility equation in polar coordinates. Also find stress components. അപ്പോൾ മുമ്പത്തെ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇപ്പോൾ പോളാർ കോർഡിനേറ്റ്സിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ചെയ്യുമ്പോൾ phi is a possible stress function if del raised to 4 phi = 0. നേരത്തെ അതേപോലെയാണ്, പക്ഷേ ഇവിടെ del raised to 4ൻ്റെ എക്സ്പാൻഷൻ നേരത്തെ നമ്മൾ ബൈ ഹാർമോണിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ ആ ഇക്വേഷൻ എഴുതി. പക്ഷേ ഇവിടെ del raised to 4 എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റൊരു അപ്രോച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. del square of del square phi = 0 എന്ന് എഴുതാം. del square of del square phi. നമുക്ക് ഇതിന് മുമ്പുള്ളൊരു പ്രോബ്ലമായിട്ട് നമുക്കറിയാം, നമ്മൾ മുമ്പ് ചെയ്തപ്പോൾ അറിയാം, നമ്മൾ മുമ്പ് തന്ന PDF-ൽ del raised to 4 phi = del square of del square phi എന്ന് എഴുതി നമ്മൾ തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇക്വേഷൻ അവസാനത്തെ ഒരു PDF ഫസ്റ്റ് തന്ന PDF തീരുന്നത് ഇങ്ങനെയായിരുന്നു. പോളാർ കോർഡിനേറ്റ്സിൻ്റെ ഫസ്റ്റ് PDF പോളാർ കോർഡിനേറ്റ്സിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് PDF തീരുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം del square of del square phi = 0. അപ്പം del squareൻ്റെ എക്സ്പാൻഷൻ ഇങ്ങനെയാണ് ഡോ/ഡോ r² + 1/r² ഡോ സ്ക്വയർ /ഡോ θ² + 1/r ഡോ/ഡോ r. വീണ്ടും അതേ സാധനം തന്നെ വീണ്ടും എഴുതണം. ഇൻറ്റു phi = 0. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യം ഒരു ടേം, അതായത് del square phi മാത്രം ആദ്യം കണ്ടുപിടിക്കുന്നു. ഈ ടേം, അതായത് ഫസ്റ്റ് ഈ ടേം അങ്ങ് വിടുന്നു. ഈ ഫസ്റ്റ് ബ്രാക്കറ്റ് അങ്ങ് നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. സെക്കൻഡ് ബ്രാക്കറ്റ് ഇൻറ്റു phi, അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിനെ phi ഡാഷ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഡോ സ്ക്വയർ ഇത് ഒരു പ്രാവശ്യം ഇൻറ്റു phi എന്ന് പറയുന്നത് phi ഡാഷ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഓരോ ടേംസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഡോ സ്ക്വയർ /ഡോ r² ഓഫ് phi, അതായത് ഡോ സ്ക്വയർ phi /ഡോ r² നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഡോ phi /ഡോ r ചെയ്യുമ്പോൾ ഡോ phi ഫസ്റ്റ് ഫംഗ്ഷൻ്റെ അതിൻ്റെ ഡോ phi തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻറ്റു ഡോ phi ഓഫ് ഡോ r ചെയ്യുമ്പോൾ
കോസ് 2 തീറ്റ അതിനകത്തൊരു കോൺസ്റ്റൻ്റ് ആണ്, അതിനകത്ത് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ കോസ് 2 തീറ്റ വെറുതെ എഴുതിയാൽ മതി. ആറ് കൊണ്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2AR ഇവിടെ 1/r² ആണ്. അപ്പം 2AR മൈനസ് ആവും, മൈനസ് 2C/r³ ആവും, 2C/r³. അപ്പം ആ ഡിഫറൻസിയേഷൻ എല്ലാവർക്കും അറിയാത്തവരുണ്ടെങ്കിൽ പിന്നീട് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി എങ്ങനെ ഡിഫറൻസിയേഷൻ വന്നുള്ളത്. അപ്പം 2AR മൈനസ് 2C/r³ എന്നാവും. ഡി ടേം ക്യാൻസൽ ആയി പോകും, അത് 0 ആണ്, കോൺസ്റ്റൻ്റ് ആണ്. 2AR മൈനസ് 2C/r³ കോസ്റ്റ് തീറ്റ എന്നുള്ള രീതിയിലാവും. വീണ്ടും അതിനെ ഒന്നുകൂടി 6 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പം 2A ഇനി വീണ്ടും ഒരു മൈനസ് 1/r³ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും മൈനസ് വരും. അപ്പം മൈനസ് 3/r⁴ ആണ് വരേണ്ടത്. അപ്പോൾ ഈ 2Cയുടെ കൂടെ വരുമ്പോൾ 2C × 3, അപ്പം 6C/r⁴ എന്നാവും ഇൻറ്റു കോസ് 2 തീറ്റ. അപ്പം ഡോ² 5/r² കിട്ടി. അതുപോലെ ഡോ 5/ഡോ തീറ്റ. അപ്പം ഡോ 5/ഡോ തീറ്റ ചെയ്യുമ്പോൾ തീറ്റ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ, തീറ്റ കൊണ്ട് നമ്മുടെ 5 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ, ഈ 5 ആണ്, 5 ടേമിനെ തീറ്റ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേംസിലൊന്നും തീറ്റ ഇല്ല, അതുകൊണ്ട് അതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പം പാർഷ്യൽ ഡിഫറൻസിയേഷൻ വരുമ്പോൾ ഇതിനകത്ത് തീറ്റ ഇല്ലാത്തതുകൊണ്ട് ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേംസ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പം കോസ് 2 തീറ്റ മാത്രമേ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് 2 തീറ്റ മൈനസ് 2 sin 2 തീറ്റ ആവും. ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും മൈനസ് 4 കോസ് 2 തീറ്റ ആവും. ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സൈൻ ആവും, ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് കോസ് ആവും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ 2-ൻ്റെ അപ്പോൾ ഈ 2 ഇവിടെ ഉള്ളതുകൊണ്ട് അത് ആഡ് ചെയ്ത് കോൺസ്റ്റൻ്റ് ആഡ് ചെയ്ത് 2 × 2 × 2 എന്ന് ഓരോ പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 × 2 4 കിട്ടും. അപ്പം ഡോ 5/ഡോ തീറ്റ ചെയ്യുമ്പോൾ ആദ്യത്തെ കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നു, കോസ് 2 തീറ്റ മൈനസ് 2 sin 2 തീറ്റ. ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ബ്രാക്കറ്റിനകത്തുള്ള ടേമിന് വീണ്ടും മാറ്റമൊന്നുമില്ല, ഇവിടെ മൈനസ് 4 കോസ് 2 തീറ്റയായി. അപ്പോൾ ആ ടേം കംപ്ലീറ്റ് ആയ ഡോ² 5/ഡോ തീറ്റ² ബൈ 1/r² കൂടെ ഉണ്ട്. അപ്പോൾ 1/r² കൂടെ ചേർത്ത് അപ്പം മൈനസ് 4/r² എന്നുള്ള രീതിയിലാവും. അതിനെ നമ്മൾ മൈനസ് 4/r² ബ്രാക്കറ്റിനകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. മൈനസ് 4A മൈനസ് 4C/r⁴ മൈനസ് 4D/r⁴ കോസ് 2 തീറ്റ. അതുപോലെ ഡോ 5/ഡോ ആർ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് 1/r. അതിൻ്റെ കൂടെ 1/r കൂടി നമ്മൾ ചെയ്താൽ മതി. ഡോ 5/ഡോ ആർ തൊട്ട് മുകളിൽ ഡോ 5/ഡോ ആർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡോ 5/ഡോ ആർ അപ്പം ഇത് ഇൻറ്റു 1/r ചെയ്താൽ മതി നമുക്ക് തേർഡ് ടേം കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് ഇൻറ്റു 1/r ചെയ്യുമ്പോൾ അത് 1/r അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2A മൈനസ് 2C/r⁴ ഇൻറ്റു കോസ് 2 തീറ്റ എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ ഈ 1, 2, 3 നമുക്ക് 3 ഇക്വേഷൻ കിട്ടി, 3 ടേംസ് കിട്ടി. 1, 2, 3 ഇക്വേഷൻ എയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എല്ലായിടത്തും കോസ് 2 തീറ്റയാണ് പുറത്തുള്ളത്. അപ്പം കോസ് 2 തീറ്റ എല്ലായിടത്തും കോമൺ ആണ്. ഇവിടെ 2A ഉണ്ട്, മൈനസ് 4A 2A. അപ്പം 2A പ്ലസ് 2A മൈനസ് 4A 0 ആണ്. 6C/r⁴ മൈനസ് 4C/r⁴ മൈനസ് 2C/r⁴. മൈനസ് 4 മൈനസ് 2 മൈനസ് 6 ആണ്. ഇവിടുത്തെ പ്ലസ് 6 ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും, അതും പോകും. അപ്പോൾ ശേഷിക്കുന്ന ഒരു ടേം എന്ന് വെച്ചാൽ മൈനസ് 4D/r² എന്നുള്ള ഒരു ടേം മാത്രമേ ബാക്കിയാവുള്ളൂ. അപ്പോൾ 5' നമുക്ക് 5' എന്ന് പറഞ്ഞാൽ -5' മൈനസ് 4D/r² ഇൻറ്റു കോസ് 2 തീറ്റ. അതാണ് ഇക്വേഷൻ ബി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ തീർന്നില്ല. ഇപ്പം നമ്മൾ ആദ്യത്തെ ബ്രാക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പം അത് ചെയ്യണം നമ്മൾ. അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇനി 5' ഡോ²/ഡോ r² ഈ ടേം ഇൻറ്റു 5'. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 5' ആണ്. അതിനെ ഇനി വീണ്ടും ഇതേ പ്രോസസ്സ് നമ്മൾ ചെയ്യണം. അപ്പോൾ വീണ്ടും ഇതേ പ്രോസസ്സ് ഞാൻ വീണ്ടും അത് ഓരോന്നായിട്ട് പറയുന്നില്ല, ഇപ്പോൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് 5' എന്ന് പറഞ്ഞാൽ 5യേക്കാൾ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്, സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. അത് ഈസി ആയിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അവസാനം വീണ്ടും ഇതുപോലെ 3 ടേംസും കണ്ടുപിടിക്കുക. 3 തരത്തിൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, 3 ടേംസും കണ്ടുപിടിക്കുക. അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടിയാൽ, ഇവിടെ ഇപ്പോൾ നമുക്ക് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ട്.
അതായത് 4, 5, 6 എന്നാണ് അതിലെടുത്തേക്കുന്നത്. 3 പ്രാവശ്യം മൂന്ന് തരത്തിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 4, 5 3 ടേംസ് കിട്ടുന്നത് 4, 5, 6 ആണ്. അത് സി എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ കിട്ടിയാൽ 0 കിട്ടുന്നത് കൊണ്ട് നമുക്ക് പറയാം ഹെൻസ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ആൻ എയറി സ്ട്രെസ് ഫംഗ്ഷൻ. ഇനി അതുപോലെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. ഡോ സിഗ്മ തീറ്റ തീറ്റ ഈക്വൽ ടു ഡോ സ്ക്വയർ 5/ഡോ r². അത് ഇതാണ്, നമുക്ക് ഓൾറെഡി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. സിഗ്മ RR എന്ന് പറഞ്ഞാൽ 1/r² ഡോ സ്ക്വയർ 5/ഡോ തീറ്റ² പ്ലസ് 1/r ഡോ 5/ഡോ r. എന്ന് വെച്ചാൽ നമുക്ക് ഇതെന്ന് വെച്ചാൽ സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനുമാണ്. ഇതിൻ്റെ എക്സ്പ്രഷൻസ് നമ്മൾ ഡെറൈവ് ചെയ്ത് മുകളിൽ വെച്ചിട്ടുണ്ട്. അത് എടുത്ത് പരസ്പരം ആഡ് ചെയ്യുന്ന ജോലിയുള്ളൂ. നമുക്കത് ഇങ്ങനെ ഈ ആൻസർ കിട്ടും. ടൗ ആർ തീറ്റയ്ക്ക് നിങ്ങൾക്ക് എക്സ്പ്രഷൻ അറിയാം, മൈനസ് ഡോ ബൈ ഡോ ആർ ഇൻറ്റു 1/r ഇൻറ്റു ഡോ 5/ഡോ തീറ്റ. അപ്പം ഡോ 5/ഡോ തീറ്റ വീണ്ടും ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ കൂടെ 1/r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഈസി ആയിട്ടുള്ള ഡിഫറൻസിയേഷനാണ്. അവസാനത്തെ ആൻസർ ഇത് കിട്ടും. അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചാൽ 10 മാർക്ക് കിട്ടും. ഇത് കുറച്ച് ലെങ്തി ആയിട്ടാണ്. ഫസ്റ്റ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ അതിൻ്റെ പ്രോബ്ലത്തിനെക്കാട്ടിയും പോളാർ കോർഡിനേറ്റ്സിലെ എയറിസ് ഫംഗ്ഷൻ പ്രൂവ് ചെയ്യുന്ന പ്രോബ്ലം കുറച്ചുകൂടെ ലെങ്തിയാണ്, പക്ഷേ ഈസിയാണ്. ഈ പ്രൊസീജിയർ ഒന്ന് കാണാതെ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് വെച്ചിരുന്നാൽ ഈസി ആയിട്ടൊരു 10 മാർക്ക് കിട്ടും. ഇനി വീണ്ടും പോളാർ കോർഡിനേറ്റ്സ് മാറ്റി ഞാൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റിന് തന്നെ പ്രോബ്ലംസിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഇവിടെ കാൻഡിലിവർ ബീം വെച്ചിട്ടുള്ള പ്രോബ്ലം നമ്മൾ അവസാനം ഡിഫറൻഷ്യേറ്റ് ഒരു ഇക്വേഷൻ കണ്ടുവച്ചിട്ടുണ്ട്. അതായത് കാൻഡിലിവർ ബീംസിന് മുമ്പ് തന്നൊരു PDF ആണിത്. ഇവിടെ കാൻഡിലിവർ ബീമിന് ഈ ഒരു കേസിൽ കാൻഡിലിവർ ബീം ഇങ്ങനെ വന്നാൽ അതിൻ്റെ ഫൈ ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ ചെയ്തു വെച്ചിരുന്നു. അവിടെ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. സിഗ്മ XS ഈക്വൽ ടു P/I ഇൻറ്റു XY, ടൗ XY ഈക്വൽ ടു P/2y ഇൻറ്റു D²/4 മൈനസ് y². അപ്പം ഈ ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സ്റ്റേറ്റ് ദ കണ്ടീഷൻ അണ്ടർ വിച്ച് ഫൈ ഈക്വൽ ടു AXY³ മൈനസ് 3/4XYH² represents the Airy stress function of a cantilever beam with a transverse load at the free end. ഇപ്പോൾ ഒരു കാൻഡിലിവർ ബീം ഫ്രീ എൻഡിൽ ഒരു ട്രാൻസ്വേഴ്സ് ലോഡ്, അതായത് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നു. അതിനെ ഈ ഫൈ കൊണ്ട് അതിൻ്റെ എയറി സ്ട്രെസ് ഫംഗ്ഷനാണ് ഇപ്പോൾ തന്നേക്കുന്ന ഈ ഫൈ എങ്കിൽ എന്തൊക്കെയാണ് അതിന് വേണ്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ദ ഡിസ്റ്റൻസ് മെഷർഡ് ഫ്രം ഫ്രീ എൻഡ് ടു ദ ബിൽറ്റ് ഇൻ എഡ്ജ്. ബിൽറ്റ് ഇൻ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് എൻഡിനെയാണ് ബിൽറ്റ് ഇൻ എഡ്ജ് എന്ന് പറയുന്നത്. y is the distance measured upwards from the horizontal line passing through the centroid. സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന അതിനെയാണ് y എന്ന് പറയുന്നത്. അപ്പം ഇതാണ് വാക്കുകൾ പറഞ്ഞിരിക്കുന്ന ഇതാണ് ഒറിജിനായിട്ട് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എക്സ് മെഷർ ചെയ്യുന്നത്, ഇവിടെ നിന്ന് മുകളിലേക്കാണ് y മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലം. മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചതിൽ നമുക്കറിയാം സിഗ്മ XS ഈക്വൽ ടു P/I ഇൻറ്റു XY. PX ആണ് M/I ഇൻറ്റു y എന്നുള്ളതാണ് PXY/I എന്നുള്ള ടേംസിലായിട്ട് മാറുന്നത്. അതിൻ്റെ ഡെറിവേഷൻ മുമ്പ് തന്ന PDF എടുത്ത് നോക്കുക. അതുപോലെ ടൗ XY ഈക്വൽ ടു P/2y ഇൻറ്റു D²/4 മൈനസ് y² എന്നുള്ള ടേമിലാവും. I എന്ന് പറഞ്ഞാൽ BD³/12 ആണ്. B അതിൻ്റെ ബ്രെഡ്ത്ത് ആണ്, അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയും. D എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെപ്ത് ആണ്. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ഇക്വേഷൻസ്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന ഫൈ എന്ന് പറഞ്ഞാൽ ഇതാണ്. A അകത്തോട്ട് മൾട്ടിപ്ലൈ AXY³ മൈനസ് 3/4 AXYH². അപ്പോൾ സിഗ്മ XX എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ 5/ഡോ y² ആണ്. അത് നമ്മൾ സ്പ്ലിറ്റ് ഡോ ബൈ ഡോ y ഇൻറ്റു ഡോ 5/ഡോ y എന്ന് ചെയ്യുമ്പോൾ ഡോ 5/ഡോ y നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഫൈയെ y കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എങ്ങനെ കിട്ടും? അതിനെ വീണ്ടും ഒന്നുകൂടെ y കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 6AXY എന്ന് കിട്ടും. അപ്പോൾ സിഗ്മ XX നമുക്ക് തന്നേക്കുന്ന ഫൈ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ സിഗ്മ XX ഈക്വൽ ടു 6AXY എന്ന് കിട്ടും. പക്ഷെ നമുക്ക് നേരത്തെ അറിയാം P/I ഇൻറ്റു XY ആണ് അതിൻ്റെ മുമ്പ് ഡിറൈവ് ചെയ്തിരുന്ന ഇക്വേഷൻ. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം, അത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പം XYയും XYയോടും രണ്ടിടത്തുണ്ട്. നമുക്ക് 6A ഈക്വൽ ടു P/I എന്ന് കിട്ടും. അതായത് A ഈക്വൽ ടു P/6I.
അതായത് തന്നേക്കുന്ന ഫംഗ്ഷനിലെ എ എന്ന് പറയുന്ന ടേം ലോഡ് ബൈ 6 ഇൻറ്റു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പി ബൈ 6i ആണെങ്കിൽ ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ ഫൈയിൽ ഈ ഫംഗ്ഷനിൽ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഫംഗ്ഷനിൽ എ എന്ന് പറയുന്ന ടേം പി ബൈ 6i ആണെങ്കിൽ അത് ഫസ്റ്റ് കണ്ടീഷനാണ്. എയറി സ്ട്രെസ് ഫംഗ്ഷൻ ഈ കാൻഡിലിവർ ബീമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എയറി സ്ട്രെസ് ഫംഗ്ഷൻ ആകും. അതുപോലെ ഇനി നമ്മൾ ഒരു ഇക്വേഷൻ കൊണ്ടുവരണം. ടൗ എക്സ് വൈയോട് നമ്മൾ നോക്കണം. ടൗ എക്സ് വൈ ഈക്വൽ ടു -∂2 φ/∂x ∂y. അത് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള സ്റ്റെപ്സാണ്. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. 3a ഇൻറ്റു h²/4 - y² എന്ന് കിട്ടും. എ എന്ന് പറയുന്നത് p ബൈ 6i ആണെന്ന് മുകളിൽ നമ്മൾ പ്രൂവ് ചെയ്തു. അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് p ബൈ 2y ഇൻറ്റു h²/4 - y² എന്ന് കിട്ടും. പക്ഷേ നേരത്തെ നമ്മൾ ഡെറൈവ് ചെയ്ത പ്രകാരം ടൗ എക്സ് വൈ എന്ന് പറയുന്നത് p ബൈ 2y ഇൻറ്റു d²/4 - y² ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇവിടെ ബാക്കിയെല്ലാം സെയിം ആണ്. ഈ എച്ചും ഡിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം സെയിം ആയ സ്ഥിതിക്ക് ഈ h²/4 ഷുഡ് ബി ഈക്വൽ ടു d²/4. അത് രണ്ടും സെയിം ആയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും h ഈക്വൽ ടു d. അതായത് ഈ നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷനിൽ എച്ച് എന്ന് പറയുന്ന ടേം ബീമിൻ്റെ ഡെപ്ത് ആണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഈ തന്നേക്കുന്ന ഫൈ ഒരു എയറി സ്ട്രെസ് ഫംഗ്ഷൻ ആണ്. ബീമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മുടെ ഈ പ്രോബ്ലത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എയറി സ്ട്രെസ് ഫംഗ്ഷൻ ആണ്. So that is for the given Airy stress function to represent a cantilever beam loaded with a transverse load at free end. തന്നേക്കുന്ന Airy stress function ഫ്രീ എൻഡിൽ ട്രാൻസ്വേഴ്സ് ലോഡുള്ള ഒരു കാൻറ്റിലിവർ ബീമിനെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള കോൺസ്റ്റൻറ്റ് എ ഷുഡ് ബി ഈക്വൽ ടു p ബൈ 6i. അതുപോലെ h ഷുഡ് ബി ഈക്വൽ ടു d, ദാറ്റ് ഈസ് ഡെപ്ത് ഓഫ് ദി കാൻറ്റിലിവർ ബീം ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം ഇത് ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. ഈസിയാണ്. അത് മറ്റ് ഇക്വേഷൻസ് ഡെറൈവ് ചെയ്ത് വെച്ച ഇക്വേഷൻസ് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. അതുപോലെ മറ്റു ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. എ കാൻറ്റിലിവർ ബീം ഓഫ് 2 meter long having rectangular cross section of 10 cm height and 1 cm thickness is loaded at its free end uniformly across the thickness. The resultant load is 1000 newtons. Find the normal and shear stress distribution at the free end. അപ്പം p ഈക്വൽ ടു 1000 ന്യൂട്ടൺ നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന ഫോമിൽ p ഈക്വൽ ടു 1000 ന്യൂട്ടൺ ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. i എന്ന് പറയുന്നത് BD³/12 ആണ്. ഇവിടെ b 10 സെൻറ്റിമീറ്റർ ആണ് തിക്നെസ്, അല്ലെങ്കിൽ b ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 1 × 10³/12 എന്ന് പറയുമ്പം 1000/12 cm/4. സിഗ്മ xx ഈക്വൽ ടു p/i × xy ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 12xy എന്ന് കിട്ടും. സിഗ്മ xx ഈക്വൽ ടു 12xy. അതുപോലെ ടൗ എക്സ് വൈയുടെ എക്സ്പ്രഷൻസ് നമുക്കറിയാം. ഇവിടെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പം 10²/4. ഇവിടെ p ബൈ 2y അതിൻ്റെ പിയും ഐയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 6 × 25 - y² Nm/cm² എന്ന് കിട്ടും. അപ്പോൾ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷൻസ് എക്സിലും വൈയിലും ഉള്ള എക്സ്പ്രഷൻസ് ഇതുപോലെ കണ്ടുപിടിച്ച് വെച്ചാൽ മതി. ടൗ എക്സ് വൈ ഈക്വൽ ടു 6 × 25 - y². ഇതിനകത്ത് എക്സ് ടേം ഇല്ല, വൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ച് വയ്ക്കുന്നതിനെയാണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ച് വയ്ക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോൾ സിഗ്മ xs ഈക്വൽ ടു 12xy എന്നുള്ള ഇതൊന്ന് സിഗ്മ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക 12xy എന്നിട്ട് സിഗ്മ xs ഈക്വൽ ടു 12xy. നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ബീമിനകത്തുള്ള എവിടെ വേണമെങ്കിലും, ഞാനിപ്പം പഴയ ക്വസ്റ്റിൻ്റെ ആ ഫിഗർ ഉപയോഗിക്കുകയാണ്, ബീമിനകത്തുള്ള എവിടെ വേണമെങ്കിലും, അതായത് ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ x1 ഇവിടെയാണ്, 1 മീറ്റർ ലെങ്ത് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഈ പോയിന്റിൽ, ഞാൻ ഈ പോയിന്റ് കൊണ്ട് കാണിക്കുന്ന ഈ പോയിന്റിലെ സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഇരിക്കട്ടെ. ഇതിൻ്റെ ഹൈറ്റ് മറ്റേ ക്വസ്റ്റിൻ്റെ 10 ആണെന്ന് തന്നിട്ടുണ്ട്, ലെങ്ത് 1 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. 1 മീറ്റർ എന്ന് പറയുമ്പോൾ 100 സെൻറ്റിമീറ്റേഴ്സാണ്. അപ്പോൾ ഈ പോയിന്റിലെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പോയിന്റ് ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഇരിക്കട്ടെ. അതായത് എക്സിൻ്റെ വാല്യൂ 100 സെൻറ്റിമീറ്റേഴ്സ്, വൈയുടെ വാല്യൂ ഇവിടെ നിന്ന് ടോട്ടൽ 10 ആണ്,
ഇവിടെ നിന്ന് മുകളിലേക്ക് ഏറ്റവും മുകളിലത്തേക്ക് അപ്പോൾ 5. അപ്പോൾ ഇവിടുത്തെ ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ഞാൻ ഈ പോയിൻ്റ് വെച്ച് കാണിക്കുന്ന പോയിൻ്റ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 100 ആണ്, വൈ കോർഡിനേറ്റ് 5 ആണ്. മൊത്തം ഡെപ്ത് 10ൻ്റെ പകുതി 5. അപ്പം എക്സ് 100ഉം വൈ 5ഉം ആണ്. അപ്പം സിഗ്മ എക്സ് എക്സ് ഈക്വൽ ടു 12xy എന്നുള്ള ആ ഇക്വേഷനകത്ത് 12 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 100ഉം വൈയുടെ സ്ഥാനത്ത് 5ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആ പോയിന്റിലെ സിഗ്മ എക്സ് എക്സ് കിട്ടും. അതുപോലെ ഏതൊരു പോയിന്റിൽ ആ ബീമിനകത്തുള്ള ഏതൊരു പോയിന്റിലെയും സിഗ്മ എക്സ് എക്സ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സിഗ്മ എക്സ് എക്സ് കിട്ടും. അതുപോലെ തന്നെ ഏതെങ്കിലും പോയിന്റിൻ്റെ ടൗ എക്സ് വൈ കണ്ടുപിടിക്കണം, ഏതെങ്കിലും പോയിന്റിലുള്ള ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റിൻ്റെ വൈ കോർഡിനേറ്റ് എത്രയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടൗ എക്സ് വൈ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എക്സിൻ്റെയും വൈയുടെയും ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. സ്ട്രെസ്സും സ്ട്രെയിനും അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷൻ എക്സിൻ്റെയും വൈയുടെയും ടേംസിൽ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 10 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. അതിൽ ഒരു പോയിന്റിൽ കണ്ടുപിടിക്കുക, ഇത്രയും നിങ്ങൾ ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യനിൽ ഒരു പോയിന്റ്, ഈ പോയിന്റിലെ സ്ട്രെസ് കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കറസ്പോണ്ടിങ് പോയിന്റിലെ എക്സും വൈയും കണ്ടുപിടിച്ച് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ എഴുതണം. അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാവരും നോക്കി എഴുതി തന്നെ പഠിക്കുക. താങ്ക് യു.